Hi, Namaste. Welcome back, viewers. Welcome back to WinTrader. Bank Niftyയിലും നിഫ്റ്റിയിലും കൂടുതലും പേർക്ക് ആക്ച്വലി ലോസ് എന്തുകൊണ്ടുണ്ടാവുന്നു? അത് കറക്റ്റ് ആയിട്ടൊരു പ്രോഫിറ്റബിൾ സിഗ്നൽസ്, ഫേക്ക് സിഗ്നൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു എളുപ്പവഴി ഏതാണ്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു നല്ല പെർഫോമൻസ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് രണ്ട് തരത്തിൽ നോക്കുകയാണെങ്കിലും, സെൽ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ബൈ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഇന്ന് നല്ലൊരു മൊമെന്റ് ബാങ്ക് നിഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ തന്ന എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് അത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റി, അതോടൊപ്പം നല്ല പ്രോഫിറ്റബിൾ നിങ്ങൾ ഏത് പോയിന്റ് എടുത്ത് എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ടോട്ടൽ 8 സ്ട്രാറ്റജിയിലും 2 സ്കാൻഡങ്ങളുടെ ഫുൾ പാക്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് എടുക്കാൻ വേണ്ടി എന്നെ കോൾ ചെയ്താൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലൈബ്രറി മാർക്കറ്റ് ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ഈ കോർണറിലാണ് ഇപ്പോഴത്തെ റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് ടോട്ടൽ രാവിലെ ഒരു സെല്ല് പിന്നെ ഒരു ബൈയും ഉണ്ടായിരുന്നു. ബൈ വന്നത് അപ്രോക്സിമേറ്റ് 250-നാണ്. അതിന്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം മേലിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ കൺഫർമേഷൻ ലെവൽസ് നോക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതോടൊപ്പം ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അലേർട്ട് മെസ്സേജ് കിട്ടും. ഇപ്പം ഇതിനകത്ത് ബെൽ സൗണ്ടോടുകൂടി അലേർട്ട് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ക്രൂഡ് ഓയിൽ റീഎൻട്രി തന്നിട്ടുണ്ട്. അതിന്റെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. അതായത് 5641 എന്നുള്ള റീഎൻട്രി തന്നത് ടാർഗറ്റ് ഹിറ്റായി. രണ്ടാമത് സോഫ്റ്റ്വെയർ പിന്നെയും റീഎൻട്രി തന്നതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് പോയിന്റ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ 3 ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെയും മാർക്കറ്റ് താഴോട്ടിറങ്ങുക അല്ലെങ്കിൽ മേലോട്ട് പോകണമെങ്കിൽ റീഎൻട്രി തരും. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്ന് താഴെച്ചിരിക്കുന്ന റീഎൻട്രി ആണത്. ഇന്നിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബൈസിൽ അപ്രോക്സിമേറ്റ് 250 വന്ന ശേഷം എൻട്രി പോയിന്റ് ടാർഗറ്റ് കൊടുത്തു. പക്ഷെ നമ്മൾ എൻട്രി എടുത്തത് ഇവിടുന്നാണ്. അപ്രോക്സിമേറ്റ് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിൽ ബൈസോണും ഓക്കെ ആയി ഇവിടുന്ന് മേളിലേക്ക് കയറിയ ഒരു ലെവൽ ഇതാണ്. അതായത് സോഫ്റ്റ്വെയർ നമ്മൾ സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ എല്ലാ സിഗ്നലും എടുക്കാൻ പാടില്ല. സിഗ്നൽസിന്റെ കൺഫർമേഷൻ നോക്കിയിട്ട് നമ്മൾ ഓക്കെ ആയതിനു ശേഷം മാത്രം എടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്നൽ കൺഫേം ആയി ബ്രേക്ക്ഔട്ട് ഈ ലെവലിൽ പോയിട്ട് നല്ലൊരു ഹൈക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം രാവിലെ ഒരു മോർണിംഗിൽ ഡൗൺ ആയിട്ട് നല്ലപോലെ മാർക്കറ്റ് ഇറങ്ങിയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് രാവിലെ നമുക്ക് ഈ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ പിക്ക് ചെയ്യാൻ പറ്റിയില്ല, നെക്സ്റ്റ് ഒരു എൻട്രി ലെവൽ എവിടെ നിന്ന് കിട്ടും എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോഫ്റ്റ്വെയർ ഈ ലൈൻ വൈസ് ഉള്ള മൂവ്മെന്റ് നോക്കുക, അതോടൊപ്പം ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇത്ര ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒന്ന് ഡൗൺ ആയി, അത് കഴിഞ്ഞ് കുറച്ചൊന്ന് തിരിച്ചു കയറി പിന്നീട് ഇവിടുന്ന് ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് സപ്പോർട്ടും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അവിടുന്ന് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനും സാധിച്ചിട്ട് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് സൈഡ് വേ ഇൻഡിഫിക്കേഷൻ, അതായത് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന ഏരിയ, സൈഡ് വേസ് മാർക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക തരം സൈഡ് വേ ഇൻഡിഫിക്കേഷൻ ആയിട്ട് കളർ ചേഞ്ച് പ്രകാരം നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അതായത് ഈ എക്സ്ട്രാ കാണുന്ന നിങ്ങൾ ഈ റെഡും ഗ്രീനും അല്ലാതെ കാണുന്ന 4 കളേഴ്സ് അത് നമുക്ക് മാർക്കറ്റിന്റെ സൈഡ് വേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങി കറക്റ്റ് ആയിട്ട് കുറേ നേരം റെഡ് കാണിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു ബ്ലൂ ക്യാൻഡിൽ അവിടെ ഫോം ആവുന്നതിന്റെ അർത്ഥം അവിടുന്ന് റിവേഴ്സ് പോകും. അതായത് മാർക്കറ്റിൽ അപ് ഡൗൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ നോക്കി ഇറങ്ങിയിട്ട് മാർക്കറ്റ് കുറച്ച് കയറി പിന്നെ ഇറങ്ങി കുറച്ച് കയറി, അപ്പൊ ഇത് മാർക്കറ്റിന് അപ് ഡൗൺസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യണോ അതോ ഈ പോയിന്റിൽ കട്ട് ചെയ്യണോ എന്ന് നമുക്ക് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് കാണിച്ചു തരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാർക്കറ്റിന്റെ സൈഡ് വേസ്, അതായത് മാർക്കറ്റിൽ തിരിഞ്ഞ് അതായത് മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ സഹിതം കാണിച്ചു തരും. അപ്പൊ ആ പോയിന്റ് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡെമോ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് ആയിട്ടുള്ള ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്റെ കോൾ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഗൈഡൻസ് ചെയ്ത് തരാം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് അതേപോലെ നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. രാവിലെ നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈ വലിയൊരു ബൈ ആയിരുന്നില്ല, പക്ഷെ കൺസോളിഡേഷൻ ആയിരുന്നു. സെയിം സ്റ്റോക്കിലും മാരുതിക്കും അതുപോലെ തന്നെയാണ് രാവിലെ നല്ലൊരു ഡൗൺ ട്രെൻഡും അതേപോലെ ലാസ്റ്റ് ക്ലോസിംഗിൽ ഒരു ചെറിയ ബൈ ഹൈക്ക് ഒരു നല്ല ലോങ് ക്യാൻഡിൽ അടിച്ച് കയറണം. അപ്പൊ ഇതുപോലത്തെ ക്യാൻഡിൽ പിടിക്കാൻ നോക്കരുത്, കാരണം അവിടുന്ന് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടത്തേ ഇല്ല. നമുക്ക് ആക്ച്വലി നമുക്ക് മാർക്കറ്റ് അവിടുന്ന് ലോസ് ഉണ്ടാവില്ല, കാരണം അത്രയും അടിച്ചു കയറുന്നതിന് അത്രയും തന്നെ തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോങ് ക്യാൻഡിൽ ഒരിക്കലും പിടിക്കാൻ നോക്കരുത്.
ഓക്കെ, അപ്പം ഇപ്പൊ കാണുന്ന ക്രൂഡ് ഓയിലിലെ ലൈവ് പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം. ലാസ്റ്റ് വന്നിരിക്കുന്ന സെൽ അപ്രോക്സിമേറ്റ് നല്ലൊരു പ്രോഫിറ്റ് ലെവൽ 98 പോയിന്റ്സ് നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് നല്ല പ്രോഫിറ്റ് ലെവല് ക്രൂഡ് ഓയിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതുപോലത്തെ സിഗ്നൽസ് പിക്ക് ചെയ്യുക. അതായത് ക്യാൻഡിൽ കളർ താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസിംഗ് സെൽ സോൺ വന്നതിന് ശേഷം 15 മിനിറ്റ്സിനുള്ളിൽ ബ്രേക്ക്ഔട്ട് പോകുന്ന ട്രേഡുകൾ മാത്രം പിടിക്കുക, മറ്റത് ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ സിഗ്നൽസ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ പറയുന്നതും എല്ലാ ലെവലും ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലെവല് 3 ടാർഗറ്റ് അടിക്കുകയും ചെയ്യും. രാവിലെ തന്നെ പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് ഇറങ്ങാനും സാധിക്കും. ഇപ്പൊ നോക്കി രണ്ടാമത്തെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെയും കയറി പിന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ നമുക്ക് പിടിച്ച് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ന്യൂസ്. താങ്ക് യു.